ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 3-ാമത്തെ ദിവസമാണ് കേട്ടോ. ഗൈസ്, നിങ്ങൾ ഒരു ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവർ സ്മാർട്ട്നെസ് പാടില്ല. വലിയ മൂച്ചടിച്ചാൽ നമ്മളിവിടെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അബഡീനിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബീച്ചാണ്. അബഡീൻ്റെ ഏകദേശം ഒരു 10 മിനിറ്റ് യാത്ര, അല്ല 19 മിനിറ്റ് യാത്ര, 14 മൈൽ അത്രേ ഉള്ളൂ. അല്ല അത്ര രണ്ടേ ഉള്ളൂ. സംഭവം നൈസ് ബീച്ചാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു ലുക്കാണ്. നമ്മൾ മരുഭൂമി കാണുന്നത് പെട്ടെന്നൊരു കട്ടിങ്ങാണ്. അവിടെ മരിപ്പച്ച പോലെ കിടക്കാം. കടൽ തീരത്ത് ഇത്രയും പച്ചപ്പ് ലുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിലും ഈ കടൽ മണ്ണിൽ പച്ചപ്പ് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നല്ല വെറൈറ്റി അനുഭവമായിരുന്നു. ഇവരൊന്നും മുന്നേ കാണാത്തോണ്ടാണ്. വേറെ കടലിലും ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അധികം യാത്രക്കാരല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന പോലെ കടലിൽ ഓക്കെ. പിന്നെ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ കാറ്റാടിപ്പാട കടലിന് നടുക്ക് കുറേ ഷിപ്പുകൾ, അത്യാവശ്യം നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പറ്റിയ ബീച്ചാണ്. നല്ല പീസ്ഫുൾ അന്തരീക്ഷം. എന്തുകൊണ്ടും ഫാമിലിയായിട്ട് വരാൻ കുട്ടികളായിട്ട് വരുന്നവർക്ക് അതിസുന്ദരമായ ബീച്ചാണ്. നിവർന്ന് കിടക്കുന്ന കേസ് അതിസുന്ദരമായ ബീച്ച്. അപ്പോൾ സാമങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിള്ളേരൊക്കെ വെള്ളത്തിലും മണലിലും ഒക്കെ കുറേ നേരം കളിച്ച് ഹാപ്പിയായി. പിള്ളേർ മാത്രമല്ല, വലിയവരും കളിയും ചിരിയും. ഞങ്ങൾ ഒത്തിരി ചിരിച്ചു. അവിടെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ആ ഈട്ടിയെ കൂടെയൊക്കെ ഇറങ്ങി ഇല്ലാത്ത വഴിയൊക്കെ വെട്ടിയുണ്ടാക്കി ഒത്തിരി ചിരിച്ച ഒരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം. ഗൈസ്, ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് കുറച്ച് തണുപ്പുണ്ടെങ്കിലും എക്സ്പെക്ടേഷൻ കൂടുതലുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള ഒരു സീ സൈഡ് വ്യൂ ആയിരിക്കും എന്ന് കരുതുന്നു. ഈ സ്ഥലം ഫോട്ടോസൊക്കെ കണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് അതിനെ ചൂസ് ചെയ്തതാണ്. ചെന്നതിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറയുന്നതായിരിക്കും. നിങ്ങൾ ഫോട്ടോ വീഡിയോസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. കുറച്ച് നടക്കാനുണ്ട്. തണുപ്പിൻ്റെ ഒരു പ്രശ്നം. പിന്നെ എല്ലാവരും ടയേർഡായി. ബീച്ചിലൊക്കെ പോയതല്ലേ, കുറേ നേരം അവിടെ കളിച്ചു ചിരിച്ചു. പിന്നെ അതൊരു വെറൈറ്റി ബീച്ചായ ഞങ്ങൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ സമയം കുറച്ച് മാറിയെങ്കിലും ഇത് ഓരോ പ്ലേസും മിസ്സാക്കാണ്ട് മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ദേ ഗൈസ്, നമുക്കിതേ അതാണ് ഗൈസ്, ഒന്ന് ക്യാമറ ഒന്ന് കാണിച്ചാൽ അതാണ് ഒരു സൈഡ് വ്യൂ നമുക്ക് കാണാൻ. ചെറുതായിട്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് വാക്കിംഗ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാർജ് പോലും നിൽക്കത്തില്ല ഇതിനകത്ത്. ഞങ്ങൾ സ്ഥലം എത്തുകൈ, നിയർലി സ്ഥലം എത്തുകൈ. അടുക്കുന്ന വലിയ കുഴിയുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊരു ചാടാൻ പറ്റുന്ന ഗൈസ്. നോക്കാം ഗൈസ്, നോക്കാം ഗൈസ്. എൻ്റെ 33 കൈസും കൂടി ഇത് കാണണേ ഗൈസ്. നിങ്ങൾ ഞാൻ അതിനകത്ത് 4 പേര്. ഞാൻ തന്നെയുള്ള 4 പേര്. കൊണ്ട് കയറി വന്നാൽ ഞാൻ ലൈഫ് എടുക്കണമെന്ന് നോക്കട്ടെ. പേടിയാവുന്നു. വരും ചുറ്റും പാഞ്ഞു വരുന്നവരെല്ലാം ഇവിടെ പാർക്കിൽ തെറ്റിച്ച് നശിച്ചു പോകും. ചേസി വരുന്നവരെ അവർ ശരിക്കും ഭീകരത കേട്ടോ. ഇത് പറഞ്ഞ പോലെ വേലിയൊക്കെ കെട്ടി വെച്ചാൽ ഈ ഭീകരത പോകും. വേറിട്ട് തോന്നത്തില്ല. ഉപ്പാട്ടോ അതിനെ ഓടല്ലേ ഞാനും ഇവിടെ എൻ്റെ പൊന്നോ. ചേട്ടാ, അവനെ അപ്പുറത്തെ സൈഡ് നിർത്ത്, അവനെ അപ്പുറത്ത് നിർത്ത്. കുഴിയാ ഇവിടെ.
ഇവിടെ ഒരു പ്രത്യേകതരം ഒരു ഫീലാണ് കേട്ടോ ഇവിടെ. ഇവിടെ എന്താ പറയുക, ഒരു പേടിപ്പിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ. ഗൈസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബുച്ചസ് ഓഫ് എന്നാ അതിന്റെ പേര് ബുള്ളസ് ഓഫ് എന്തിന് പോട്ടെ പോട്ടെ കുഴപ്പമില്ല. നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടതായിട്ടുണ്ട്, കുറച്ച് കഷ്ടപ്പാട് സഹിക്കേണ്ടതായുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഉരുണ്ട് വീണേക്കാം. വാട്ടർ പ്രൂഫ് ഷൂ ഇട്ട് വരാൻ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് പെട്ടെന്ന് ശരി. എൻ്റെ അട്ടഹാസം മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. അയ്യോ ദറ്റ് അത് പാമ്പില്ലെന്നുള്ള വിശ്വാസത്തോടെ. വാവ്, ബ്യൂട്ടിഫുൾ. യോ, Beautiful lakes and beautiful rocks. Beautiful lakes and beautiful rocks. Yeah. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇൻവെർനസിലേക്കാണ് ഇന്ന് പോകുന്നത്. ഇൻവെർനസിലെത്തി രാത്രിയായിരുന്നു. അവിടെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ക്യാരവാനിലായിരുന്നു താമസിച്ചിരുന്നത്. ഡോറ് തുറന്നിട്ടുള്ള വ്യൂ ആണിത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തേത് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് പക്ഷേ അതിലും അടിപൊളി. ഇതിന് വേറെ എന്തെങ്കിലും വാക്ക് പറയണം. ഇനി ഞങ്ങൾ 4 days ഇൻവെർനസിലാണ് ഗൈസ്.